നമുക്ക് ഇംതിയാസിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഇംതിയാസ്, വയനാട് ജില്ലയിലെ മഴ ഇപ്പോൾ എങ്ങനെയാണ്? ശക്തമാണോ? പലയിടത്തും കാറ്റ് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അവിടെ എങ്ങനെയാണ്? ജയലക്ഷ്മി, വയനാട് ജില്ലയിൽ ഇന്നലെ വൈകിട്ട് വരെ അതിശക്തമായ മഴ തന്നെ പെയ്തിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി അർദ്ധരാത്രിയോടുകൂടിയൊക്കെ മഴയുടെ ശക്തി അല്പം കുറഞ്ഞു. മഴ ശമിച്ചു എന്ന് തന്നെയാണ് വയനാട്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അവിടെ ഈ മാനന്തവാടി താലൂക്കിലെ തലപ്പുഴ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ആ മലവെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്ന് വെള്ളമൊക്കെ നല്ല രീതിയിൽ കലങ്ങി തന്നെയായിരുന്നു വന്നിരുന്നത്. അതോടുകൂടി മക്കിമല വനത്തിൽ മണ്ണിടിച്ചിലുണ്ടായോ എന്നൊരു സംശയവും ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടതല്ല, മണ്ണിടിച്ചിലുണ്ടായി എന്നൊരു സംശയം അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ കുറച്ചുകൂടി ഉയർത്തുമെന്ന്, ഷട്ടറുകൾ ഇനിയും ഉയർത്തുമെന്ന് KCB അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളുള്ളത്. പഞ്ചാരക്കൊല്ലിയിൽ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റിലെ ചില കുടുംബങ്ങളെയൊക്കെ ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്ന ഒരു ആശങ്ക കൊണ്ടാണ് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അത്തരം നടപടികൾ വയനാട് ജില്ലയിൽ എടുത്തിരിക്കുന്നത്. അവിടെ ഈ ജില്ലയിൽ ഇന്ന് മതപഠനശാലകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ഉൾപ്പെടെ ഇന്ന് അവധിയും നൽകിയിട്ടുണ്ട്. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് 15 സെന്റിമീറ്റർ ഉയർത്തും എന്നതാണ് KCB അധികൃതർ ഇതിനോടകം അറിയിച്ചിരിക്കുന്നത്. പുഴയിലെ വയനാട് ജില്ലയിലൂടെ ആ ഭാഗം വഴി പോകുന്ന പുഴയിലെ ജലനിരപ്പൊക്കെ ഏതാണ്ട് കുറഞ്ഞ അവസ്ഥയിലുമാണുള്ളത്. അർദ്ധരാത്രിയോടുകൂടി ജില്ലയിൽ കാര്യമായി തന്നെ മഴ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വയനാട് ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ട്. ജയലക്ഷ്മി. ശരി, ഇന്ത്യ